ആധുനികതയുടെ നെറുകയിൽ നിൽക്കുമ്പോഴും വിചിത്രവും ഭയാനകവുമായ പല ആചാരങ്ങളുടെയും വേരുകൾ ചൈനയുടെ ഉൾഗ്രാമങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അടുത്തിടെ ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയാകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, കേൾക്കുമ്പോൾ തന്നെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോകുന്ന നിഗൂഢമായ ഒരു പുരാതന ആചാരത്തെക്കുറിച്ചാണ്. രാജ്യത്ത് അവിവാഹിതരായ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയാണ് ഈ ക്രൂരമായ ആചാരം വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നത്. അവിവാഹിതരായ സുന്ദരികളായ യുവതികളെ ഒരു ഗുഹാദീപം തിരഞ്ഞെടുക്കുമെന്നും തുടർന്ന് അവർ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുമെന്നുമാണ് ഈ ആചാരത്തിന്റെ പൊരുൾ. ലുവോഹുവ ഡോങ് എൻവി എന്നാണ് സിയാങ്സി പ്രവിശ്യയിലെ മിയാവോ വംശജർക്കിടയിൽ നിലനിന്നിരുന്ന ഈ ആചാരത്തിന്റെ പേര്. ഇതിനർത്ഥം ഗുഹയിൽ വീണ പൂവിനെ പോലെയുള്ള പെൺകുട്ടി എന്നാണ്. കേൾക്കാൻ മനോഹരമാണെങ്കിലും ഇതിന്റെ യാഥാർത്ഥ്യം അങ്ങേയറ്റം ദാരുണമാണ്. മനുഷ്യരും ദേവന്മാരും തമ്മിലുള്ള വിവാഹമായാണ് ഈ ആചാരത്തെ പ്രദേശവാസികൾ വിശേഷിപ്പിച്ചിരുന്നത്. സിയാങ്സിയുടെ ചരിത്രത്തിലെ 3 തിന്മകളിൽ ഒന്നായാണ് ചരിത്രകാരന്മാർ ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എപ്പോൾ എങ്ങനെയാണ് ഇത്തരമൊരു ദുരാചാരം ആരംഭിച്ചതെന്ന് ഇന്നും വ്യക്തമല്ല. ലുവോഹുവാങ് ഡോങ് എൻവിക്ക് പുറമെ മറ്റ് 2 വിചിത്ര ആചാരങ്ങൾ കൂടി ഈ വിശ്വാസ സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നു. അതിലൊന്ന് ശവശരീരങ്ങൾ ഓടിക്കലായിരുന്നു. മരണപ്പെട്ടവരുടെ ആത്മാവിനെ മന്ത്രശക്തിയാൽ നിയന്ത്രിക്കാൻ പുരോഹിതന്മാർക്ക് കഴിയുമെന്നും അവർ മടികളും കടലാസ് വഴിപാടുകളും ഉപയോഗിച്ച മൃതദേഹങ്ങളെ രാത്രികാലങ്ങളിൽ നടത്തിക്കുമെന്നും ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. രണ്ടാമത്തേത് ഗൂമന്ത്രവാദം എന്നറിയപ്പെടുന്ന ക്രൂരമായ മന്ത്രവാദമായിരുന്നു. വിഷപ്രാണികളെ ഉപയോഗിച്ച് മറ്റുള്ളവരെ വശീകരിക്കാനോ രോഗികളാക്കാനോ അല്ലെങ്കിൽ വധിക്കാനോ മന്ത്രവാദികൾ മുതിർന്നിരുന്നു. ഈ 2 ആചാരങ്ങളെ പോലെ തന്നെ ഭയാനകമായിരുന്നു പെൺകുട്ടികളെ ഗുഹകളിൽ തള്ളുന്ന ആചാരവും. സാധാരണ 16 മുതൽ 25 വയസ്സുവരെ പ്രായമുള്ള അവിവാഹിതരായ യുവതികളെയാണ് ഈ വിചിത്ര കർമ്മത്തിനായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ എല്ലാവരെയും തിരഞ്ഞെടുക്കില്ല എന്നതായിരുന്നു ഇതിലെ നിഗൂഢത. ബുദ്ധിശക്തിയുള്ളവരും സൗമ്യമായ സ്വഭാവമുള്ളവരും അതീവ സുന്ദരികളുമായ പെൺകുട്ടികളുമാണ് ഗുഹാദൈവത്തിന്റെ ഇരകളായിരുന്നത്. പടിഞ്ഞാറൻ ഹുനാനിലെ പർവ്വത പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ആനിമിസ്റ്റിക് വിശ്വാസങ്ങളിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. പ്രകൃതിയിലെ ഓരോ വസ്തുവിനും ആത്മാവുണ്ടെന്നും അഗാധമായ ഗുഹകൾ ദേവന്മാരുടെ വാസസ്ഥലമാണെന്നും അവിടുത്തെ ഗോത്രവർഗക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടികൾ ക്രമേണ അസാധാരണമായ പെരുമാറ്റങ്ങൾ കാണിച്ചു തുടങ്ങും. അവർ ഏകാന്തത ഇഷ്ടപ്പെടുകയും ആരോടൊക്കെയോ സംസാരിക്കുകയും ചെയ്യും. ഇത് ദൈവങ്ങളുമായി അവർ നടത്തുന്ന സംഭാഷണമാണെന്നും ഗുഹാദൈവം അവരെ പ്രണയിച്ചു തുടങ്ങിയെന്നും കുടുംബം വിശ്വസിച്ച് തുടങ്ങും. ശുദ്ധിയും സൗന്ദര്യവും തികഞ്ഞ മകളെ ദൈവം കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലാക്കുന്നതോടെ കുടുംബം ഭയചകിതരാകും. അവർ മകളെ രക്ഷിക്കാനായി അടുത്തുള്ള ഗുഹകളിൽ പോയി ദൈവങ്ങൾക്ക് വലിയ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുകയും തങ്ങളുടെ മകളെ വിട്ടു നൽകാൻ അപേക്ഷിക്കുകയും ചെയ്യും. ഈ പൂജകൾക്ക് ശേഷവും പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റമില്ലെങ്കിൽ അവൾ ദൈവത്തിന്റെ വധുവായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് കുടുംബം വിധി എഴുതും. ദൈവഹിതം അംഗീകരിക്കുകയല്ലാതെ കുടുംബത്തിന് മറ്റു വഴികളില്ലായിരുന്നു. തുടർന്ന് വരാനിരിക്കുന്ന ഏറ്റവും ശുഭദിനത്തിൽ അവളെ ഗുഹയിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കങ്ങൾ തുടങ്ങും. നാടിനെ നടുക്കുന്ന നിമിഷമാണ് പിന്നീട് നടക്കുക. ഈ പെൺകുട്ടിയെ അടുത്തുള്ള ഇരുട്ടടഞ്ഞ ഗുഹയ്ക്കുള്ളിൽ തടവിലാക്കും. അവൾക്ക് ഭക്ഷണമോ വെള്ളമോ നൽകില്ല. പൂർണ്ണമായും ഒറ്റപ്പെട്ട ആ പെൺകുട്ടി ഗുഹയ്ക്കുള്ളിൽ പട്ടിണി കിടന്ന് ഭയന്നു വിറച്ചും ദിവസങ്ങൾക്കുള്ളിൽ മരണത്തിന് കീഴടങ്ങും. എന്നാൽ ഈ മരണത്തെ പ്രദേശവാസികൾ ആഘോഷമായാണ് കണ്ടിരുന്നത്. അതൊരു ശവസംസ്കാര ചടങ്ങല്ല, മറിച്ച് പെൺകുട്ടിയും ഗുഹാദൈവവും തമ്മിലുള്ള വിവാഹ ചടങ്ങാണ് അവർക്ക്. ഗ്രാമവാസികൾ ഒത്തുകൂടുകയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആർഭാടമായി ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യും. മകളുടെ വിവാഹം നടന്നതിന്റെ സന്തോഷത്തിൽ മാതാപിതാക്കൾ സ്ത്രീധനമായി ആഭരണങ്ങളും പണവും വസ്ത്രങ്ങളും ഗുഹയ്ക്ക് മുന്നിൽ വെക്കും. അതോടെ ആചാരങ്ങൾ അവസാനിക്കും. മകൾ ദൈവത്തിന്റെ ലോകത്ത് സുഖമായി കഴിയുന്നു എന്ന മിഥ്യാധാരണയിൽ ആ കുടുംബം ജീവിക്കും. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പെരുമാറ്റ വൈകല്യം കാണിക്കുന്ന പെൺകുട്ടികൾ വിഷാദ രോഗത്തിനോ മറ്റ് മാനസിക പ്രയാസങ്ങൾക്കോ അടിപ്പെട്ടവരായിരിക്കാമെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അന്ധവിശ്വാസം മൂടി നിൽക്കുന്ന ആ ഗ്രാമങ്ങളിൽ അത് ദൈവവിളിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ചൈനയിലെ മാറുന്ന സാമൂഹിക സാഹചര്യമാണ് ഈ പഴയ കഥകളെ വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഇന്ന് ചൈനയിൽ അവിവാഹിതരായ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സമ്പന്നരായ യുവതികൾ വിവാഹം കഴിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ചൈനീസ് സർക്കാരിനെ ആശങ്കയിലാഴ്ത്തുന്നു. രാജ്യത്തെ യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ ലഭിക്കാത്ത അവസ്ഥയും സംജാതമായിട്ടുണ്ട്. ജനസംഖ്യാ നിരക്ക് കുത്തനെ ഇടിയുന്നതിനെ തുടർന്ന് സർക്കാർ വിയറ്റ്നാം ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള യുവതികളെ വിവാഹം കഴിക്കാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളെ ഒരു ഉൽപ്പന്നം പോലെ കാണുന്ന പഴയകാല ചിന്താഗതിയുടെ ഭീകര രൂപമായാണ് ലുവോഹുവാങ് ഡോങ് എൻവി ഇന്ന് വിശകലനം ചെയ്യപ്പെടുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കാനുള്ള അവകാശവും നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ കറുത്ത ഏടാണത്.
ചൈനീസ് സമൂഹ മാധ്യമങ്ങളോ വെയ്ബോയിലും മറ്റ് ഈ ആചാരത്തെക്കുറിച്ച് കടുത്ത സംവാദങ്ങളാണ് നടക്കുന്നത്. ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ എത്രത്തോളം ക്രൂരമായിരുന്നു എന്ന പുതിയ തലമുറ അത്ഭുതത്തോടെയും പേടിയോടെയുമാണ് തിരിച്ചറിയുന്നത്. പുരോഗതിയുടെയും സാങ്കേതിക വിദ്യയുടെയും പാതയിൽ ചൈന ബഹുദൂരം മുന്നിലെത്തിയെങ്കിലും ഇത്തരം ഗ്രാമീണ നിഗൂഢതകൾ ഇന്നും അവിടെ ചർച്ചയാകുന്നു. പെൺകുട്ടികൾ ഗുഹയ്ക്കുള്ളിൽ ഒടുങ്ങേണ്ടി വന്നിരുന്ന ആ ഇരുണ്ട കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ ഇന്നും സിയാങ്സിയുടെ മലനിരകളിൽ മുഴങ്ങുന്നു.